ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ FAD റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും മുകളിലെ കാർട്ടിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ദ കമാൻഡൻറ്റ് 41 ഫീൽഡ് അമ്മ്യൂണിക്കേഷൻ ഡിപ്പോട്ട് പിൻ 909741 C/O 56 APO. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 6 ഓഗസ്റ്റ് 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അവസാനം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പറാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പർ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് തന്നെ എഴുതുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പോസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടെ പോസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വലത്തേ സൈഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കുക. അതുപോലെ തന്നെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അതായത് ആ ഒരു ഫോട്ടോയിലും ആ ഒരു പേപ്പറിലും ചേർത്ത് സൈൻ ചെയ്യുന്ന രീതിയാണ് സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രം നിങ്ങളുടെ നെയിം എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിമും അതുപോലെ തന്നെ മദേഴ്സ് നെയിമും കൃത്യമായിട്ട് തന്നെ എഴുതുക. അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എഴുതുക. അടുത്ത അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അതായത് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ആറാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എഴുതുക. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എത്ര വയസ്സ് ആയി എന്നാണ്. അപ്പോൾ ഇവിടെ വർഷവും മാസവും ദിവസവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഏജ് കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അടുത്ത എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എഴുതുക. അടുത്ത ഒൻപതാമതായിട്ട് ചോദിച്ചിരിക്കുന്നതും അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വ്യത്യസ്തമായിട്ടുള്ളവർ 2 അഡ്രസ്സും എഴുതേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 11ആമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏത് കാറ്റഗറി ആണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ESM അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അത് സെലക്ട് ചെയ്യുക. അടുത്ത 12ആമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം ആ ഒരു സെക്ഷൻ ഫിൽ ചെയ്താൽ മതി. അടുത്ത 14ആമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകേണ്ടതാണ്. അടുത്ത 15ആമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഗവൺമെൻറ് സർവീസ് എംപ്ലോയി ആണോ എന്നാണ്.
അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അവിടെ സൈൻ ചെയ്യുക. അതിനുശേഷം ഇടത്തെ സൈഡിലായിട്ട് ഡേറ്റ് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഡേറ്റ് പ്ലേസ് കൃത്യമായിട്ട് തന്നെ എഴുതുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സെക്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ഇത് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അണ്ടർടേക്കിംഗ് വിൽനെസ് സർട്ടിഫിക്കറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന നെയിമാണ്. നിങ്ങളുടെ നെയിം എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, അഡ്രസ്സൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതാണ്. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെയിമും എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് ഡേറ്റും പ്ലേസും ചോദിച്ചിട്ടുണ്ട്. ഡേറ്റും പ്ലേസും എഴുതേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസേബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉള്ളവർ മാത്രം ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ EWSനായിട്ടുള്ളൊരു പേപ്പറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ EWS കാറ്റഗറിക്കാർ മാത്രം ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്പോർട്സ് പേഴ്സണിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം ഈ ഒരു സെക്ഷൻ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കോൾ ലെറ്റർ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേപ്പർ, അതായത് ഈ ഒരു സെക്ഷൻ എല്ലാവരും നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഫിൽ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്. ഇടത്തെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ലൈനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും താഴെ പിൻ നമ്പർ അല്ലെങ്കിൽ പിൻ കോഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പിൻ കോഡ് കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കേണ്ടതാണ്. മെയിനായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ ചെയ്യേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ OBC കാൻഡിഡേറ്റ്സിനുള്ളൊരു സെക്ഷനാണ്. OBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. മെയിനായിട്ടും ഇത്രയും ആപ്ലിക്കേഷൻ ഫോംസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും വേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വെക്കുക. അഥവാ നിങ്ങൾ +2ൻ്റെയും ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് എങ്കിൽ +2ൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. SC ST കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ രേഖ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അധികമായിട്ട് നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. മെയിനായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. സെൽഫ് എൻവലപ്പ് കവറിന് സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 12x18 സെൻറ്റിമീറ്റർ സൈസിലുള്ള സെൽഫ് എൻവലപ്പ് കവറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു എൻവലപ്പ് കവറിൽ 25 രൂപയുടെ സ്റ്റാമ്പും ഒട്ടിച്ചിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, അതായത് അയക്കുന്ന എൻവലപ്പ് കവറിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, അതിനുശേഷം നിങ്ങൾ ഏതൊരു പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ നെയിം എഴുതുക. അതിനുശേഷം ആൾസോ സ്റ്റേറ്റിംഗ്, അതിനുശേഷം നിങ്ങൾ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറി എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അയക്കുന്ന എൻവലപ്പ് കവറിൻ്റെ മുകളിൽ എഴുതിയിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ FADയിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.